കുട്ടികളെല്ലാം പരീക്ഷാച്ചൂടിലാവുമ്പോൾ അമ്മമാർക്കാണല്ലേ ടെൻഷൻ, അവരുടെ ഭക്ഷണം ശരിയാവുന്നില്ല എന്ന്. ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലൊരു എനർജി ബാർ ഉണ്ടാക്കി വയ്ക്കൂ. അവർക്കത് വളരെ ഉപകാരപ്പെടും, അവരുടെ ബുദ്ധിക്കും വളരെ നന്നായിരിക്കും. ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1/2 കപ്പ് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് കറുത്ത എള്ള് ഉണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് വെളുത്ത എള്ളും ചേർക്കാം. ഇതെല്ലാം ഇട്ടതിന് ശേഷമാണ് ഞാൻ തീ ഓൺ ചെയ്യുന്നത്. ഇനി ഒരു 3 മിനിറ്റ് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഒട്ടും കരിയാതെ ശ്രദ്ധിച്ച് ഇളക്കണം. തീ ഒരുപാട് കൂട്ടി വെക്കണ്ട. നല്ലോണം മൂത്ത് ഈ എള്ളെല്ലാം ഒന്ന് പൊട്ടി വരും. ഓട്സും റോസ്റ്റായി വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെയാണ്. ഇപ്പോൾ എള്ളെല്ലാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരുപാട് സമയം വെക്കേണ്ട. ഓഫ് ചെയ്തിട്ട് പാനിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ പാനിലേക്ക് ഞാൻ 1/2 കപ്പ് ബദാം പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. വല്ലാതെ പൊടിഞ്ഞിട്ടില്ല, ഒന്ന് മിക്സിയിലിട്ടൊരു കറക്കി എടുത്തതാണ്. ഇനി ഇതുപോലെ കപ്പലണ്ടിയും അതുപോലെ ചെയ്യാൻ പോവുകയാണ്. ഉപ്പില്ലാത്ത കപ്പലണ്ടിയാണ്. അതും ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കാം. കുറച്ച് കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടണം, കുറച്ചൊക്കെ പൊടിഞ്ഞാലും കുഴപ്പമില്ല. ഇനി ഒരു 3-4 കാഷ്യൂനട്ട് ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഒട്ടും ആവശ്യമുള്ള കാര്യമല്ല, ഓപ്ഷണലാണ്. എന്നാലും ഒരു സ്വാദിന് വേണ്ടി ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതൊരു 2 മിനിറ്റ് മതിയാവും. ആ തീരെ പൊടിയായിട്ടുള്ളതെല്ലാം കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ആ നട്ട്സൊക്കെ റോസ്റ്റായി തുടങ്ങുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും. അത്രയും മതി. ഇനി ഇതും നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സും എള്ളും കൂടിയുള്ള ആ മിക്സറിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഏത് നട്ട്സും യൂസ് ചെയ്യാം. ഹേസൽനട്ട്, വാൾനട്ട് ഒക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ വളരെ എക്കണോമിക്കലായിട്ടുള്ളൊരു രീതിയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഡേറ്റ്സ് ആണ്. ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുക്കണം. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് സെലക്ട് ചെയ്യുക. എന്നാലേ അത് നല്ലപോലെ നമുക്കിതിനകത്ത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. ഒരു 100 ഗ്രാം ഡേറ്റ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊന്ന് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ഉണക്കമുന്തിരിയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല. ഇത് നല്ലപോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതും നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാനുള്ളത് തേനാണ്. ഒരു 1/4 കപ്പ് തേൻ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മൾ വേറെ അഡീഷണൽ ആയിട്ടുള്ള ഒരു മധുരവും ചേർക്കുന്നില്ല. പഞ്ചസാരയോ ശർക്കരയോ ഒന്നുമില്ല. ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും തന്നെയില്ല. ഇത് വളരെ ഗുണകരമായ ന്യൂട്രിറ്റീവായിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ആ ഡേറ്റ്സ് അരച്ചതൊക്കെ എല്ലാത്തിലേക്കും നല്ലപോലെ കുഴഞ്ഞ് പിടിക്കണം. ബെറീസൊക്കെ വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ അതിലൊക്കെ എക്സ്ട്രാ സ്വീറ്റ്നെസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒഴിവാക്കുകയാണ്. 2 കൈ കൊണ്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കാം. കൈകൾ നല്ലപോലെ വൃത്തിയാക്കി തുടച്ച ശേഷം വേണം കുഴയ്ക്കാനായിട്ട്. ഇപ്പം നല്ലപോലെ കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് നെയ്യോ എണ്ണയോ എന്തെങ്കിലും തടവിയോ ഒരു ട്രേയിലേക്ക് മാറ്റാം. ഇത് നമുക്ക് വേറെ ബേക്കിങ്ങോ കുക്കിങ്ങോ ഒന്നും വരുന്നില്ല. ഇതിങ്ങനെ തന്നെ നമ്മൾ ഒന്ന് റെഫ്രിജറേറ്റ് ചെയ്ത ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഒരു 15 മിനിറ്റ് ഫ്രീസറിൽ വയ്ക്കാം. അതല്ലെങ്കിൽ ഒരു 1/4 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചാലും മതി. ഒരു സ്പൂണോ ഗ്ലാസിൻ്റെ അടിവശമോ ഉപയോഗിച്ച് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇനി കുട്ടികൾക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് ഒരല്പം ചോക്ലേറ്റ് ചിപ്സ് വേണമെങ്കിൽ ചേർക്കാം. അതും ഓപ്ഷണലാണ്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് കോമ്പൗണ്ട് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതും അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഫ്രീസറിലേക്ക് മാറ്റാം. ഞാനൊരു 15 മിനിറ്റ് സമയമാണ് ഫ്രീസറിൽ വെക്കാൻ പോകുന്നത്. ഇത് കുട്ടികൾക്ക് മാത്രമൊന്നും അല്ല കേട്ടോ, മുതിർന്നവർക്കായാലും അധികം ഫുഡ് കഴിക്കാൻ പറ്റാത്ത അവസരങ്ങളൊക്കെ വരുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ വീട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന കുട്ടികൾക്കൊക്കെ ഇതൊരു 2 ബാർ കഴിച്ചിട്ട് പോവുകയോ അല്ലെങ്കിൽ ടിഫിൻ ബോക്സിൽ വെച്ച് കൊണ്ടുപോവുകയോ ചെയ്യുന്നതും നല്ലതായിരിക്കും. ജങ്ക് ഫുഡ്സിന് നമ്മൾ ചിലവഴിക്കുന്ന പൈസയുടെ 1/4 വേണ്ട ഇതുപോലൊരു ഹെൽത്തി സ്നാക്ക് ഉണ്ടാക്കാൻ. ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിലും സൈസിലും ഒക്കെ കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് സമയം ഫ്രീസറിൽ വെക്കരുത്, അപ്പോൾ പിന്നെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാവും.
പോഷകങ്ങളുടെ കലവറയായ ഈ ഒരു ന്യൂട്രിറ്റീവ് പ്രോട്ടീൻ സ്നാക്ക് നിങ്ങളും വീട്ടിലുണ്ടാക്കി നോക്കൂ. കുട്ടികൾക്ക് കൊടുക്കൂ. അവരത് ആസ്വദിച്ച് കഴിക്കട്ടെ. അവരുടെ ബുദ്ധിവികാസത്തിന് സഹായിക്കുന്ന ഒരു സ്നാക്ക് കൂടിയാണല്ലോ. എന്നാലും 1-2 ബാറിൽ കൂടുതൽ ഒരു ദിവസം കഴിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.